കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രാഹുൽ ഗാന്ധി നിഗംബോധ് ഘാട്ടിൽ അന്ത്യകർമ്മങ്ങൾ നടത്തിയതിലൂടെ കേന്ദ്ര സർക്കാർ മൻമോഹൻ സിംഗിനെ അപമാനിച്ചു എന്നാണ് രാഹുലിന്റെ വിമർശനം. സിഖ് വിഭാഗത്തിലെ ഏക പ്രധാനമന്ത്രിയോട് അനാദരവ് കാട്ടി മൻമോഹൻ സിംഗിന്റെ ഔന്നിത്യത്തിന് ചേർന്ന സ്ഥലത്ത് സംസ്കാര ചടങ്ങുകളും സ്മാരകവും അർഹിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ വിമർശനം. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, കഴിഞ്ഞ ദിവസം മുതൽ ഇങ്ങനെ ഒരു വിവാദവും കത്തി നിൽക്കുകയാണ്. എന്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇതിൽ പറയുന്നത്? ഈ നിഗംബോധ് ഘാട്ടിൽ സംസ്കാര ചടങ്ങ് നടത്തി സ്മാരകത്തിന് മറ്റൊരു സ്ഥലം അനുവദിക്കാമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ കോൺഗ്രസ് അധ്യക്ഷനെയും മറ്റ് നേതാക്കളെയും അതുപോലെ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെയെല്ലാം അറിയിച്ചിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ വിവാദങ്ങൾക്ക് പിന്നാലെ നിഗംബോധ് ഘാട്ടിൽ തന്നെ കൊണ്ടുവന്ന് മൃതശരീരം, ഈ ഭൗതിക ശരീരം സംസ്കരിച്ചതും. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ സംസ്കരിക്കുന്ന സ്ഥലവും സ്മാരക പറയുന്ന സ്ഥലവും ഒന്നായിരിക്കേണ്ടേ, അത് രണ്ടും രണ്ട് സ്ഥലത്തായി അനുവദിച്ചാൽ അത് എന്താണ് മൻമോഹൻ സിംഗിനോടൊരു അനാദരവ് കാട്ടുന്നതിന് തുല്യമാണ് എന്നുള്ള കാര്യമാണ് കോൺഗ്രസിലെ ഓരോ നേതാക്കളും. ഇപ്പോൾ രാഹുൽ ഗാന്ധി കുറച്ചു മുൻപാണ് കെ സി വേണുഗോപാൽ ഇതേ കാര്യം തന്നെ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചത്. ഇതിലൊരു പൊളിറ്റിക്സ്, ഒരു രാഷ്ട്രീയ വിവാദത്തിന് കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. കാരണം മിനിങ്ങാന്നാണ് മൻമോഹൻ സിംഗ് മരിക്കുന്നത്, 2-3 ദിവസം കഴിഞ്ഞു. അപ്പോഴും ഈ സ്മാരകത്തിനും അതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകളും നടത്താനായിട്ട് ഒരൊറ്റ സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല എന്നത് പറയുന്നത് തന്നെ അവരുടെ ഭാഗത്തുള്ള നിരുത്തരവാദപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അനാദരവ് കാട്ടി സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ഒരേ ഒരു പ്രധാനമന്ത്രി കൂടിയാണ് മൻമോഹൻ സിംഗ്. ആ വിഭാഗത്തെ കൂടി താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ, അവരെ കൂടി കുറിച്ച് കാണുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു സമീപനം കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു വിമർശനമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ഉന്നയിച്ചിരിക്കുന്നത്. 2013 ഇതേ മൻമോഹൻ സിംഗിന്റെ സർക്കാർ, അവരുടെ ഉത്തരവ് തന്നെയായിരുന്നു ഈ രാജ്ഘട്ടിന് സമീപത്തുള്ള രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ പുതിയ മുൻ പ്രധാനമന്ത്രിമാരുടെ അടക്കം സ്മാരകങ്ങൾ പണിയുന്നതിനുള്ള സ്ഥലമില്ല എന്നുള്ള കാര്യം. പക്ഷേ അതിനുശേഷം അവിടെ വാജ്പേയിയുടെ സ്മാരകം പണിതു എന്നുള്ള കാര്യം ഇപ്പോൾ കോൺഗ്രസ് വിമർശനവുമായി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് രാജ്ഘട്ടിന് അടുത്ത് തന്നെ പണിയണം, അവിടെ തന്നെ സംസ്കരിക്കണം എന്നുള്ള കാര്യമായിരുന്നു. അത് കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല. അങ്ങനെ ആദരവ് കാട്ടി ഇന്നത്തെ ദിവസം നമ്മുടെ മുൻ പ്രധാനമന്ത്രിയോട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വിമർശനമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും പ്രതികരണങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ അർജുൻ? കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു കാര്യമല്ല, പൊളിറ്റിക്സ് കളിക്കാൻ വേണ്ടിയിട്ടല്ല. എല്ലാത്തരം ബഹുമാനങ്ങളും എന്തായാലും മൻമോഹൻ സിംഗിന് നൽകുന്നുണ്ട്. നിലവിൽ ഒരു മ്യൂച്വൽ ട്രസ്റ്റിന്റെ ഭാഗമായി സംസ്കരിക്കണം. ഈ നിഗംബോധ് ഘാട്ടിൽ സംസ്കാരം നടത്തിയതിനു ശേഷം കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം സ്മാരകത്തിന് വേണ്ടി അനുവദിച്ച് നൽകാം. അതിന് ഒരു ട്രസ്റ്റ് അടക്കം രൂപീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന്റെ കാലതാമസം എന്നുള്ളതാണ് നിലവിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. സ്മാരകം പണിയാനുള്ളൊരു സ്ഥലം അത് കൃത്യമായി കുടുംബത്തിനെ അറിയിക്കാമെന്നും കോൺഗ്രസ് നേതാക്കളെ അറിയിക്കാമെന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു കാലതാമസം മാത്രമാണ് ഇപ്പോഴുള്ളത്.